പറഞ്ഞ കാർഗോ മൂവ് ആകുന്നുണ്ടെന്ന്. എന്നിട്ട് എവിടാ സാറേ? ഞാൻ പറയണമെന്ന് നമ്പ്. സുലൈമാന്റെ ആൾക്കാരെ സാധനം കടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ കപ്പൽ ഈ സമയം വരെ ഇവിടെ കിടക്കൂല. എവിടെ? വെറുതെ സമയം മെനക്കെടുത്തരുത്. എന്നിട്ട് പിന്നെ എന്താണ് ഒന്ന് കാണാത്തത്? Eagle calling base. Please proceed. No information wrong here. There's no movement visible in the sea. മക്കളെ പൊതുക്കെ അലിയടാ. വെയിറ്റ് കൂടിയോണ്ട് തുറന്നാണ് അലിക്ക. അമിത, നാട്ടിലെ സംഭവമൊക്കെ നിങ്ങൾ ടി വിയിൽ കാണണല്ലേ അലീക്ക? ഏത് സമയത്താണ് നമ്മുടെ ആൾക്കാർക്ക് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റൂല. നിങ്ങളുടെ പള്ളിക്കകത്തേക്ക് മാറ്റി ഒളിപ്പിച്ചാൽ മതിയെന്നേ, ആരും പിടിക്കൂല. ഞാൻ ബുക്കായിട്ട് സംസാരിച്ചാണല്ലോ. അപ്പൊ നീ പറയേണ്ടത് നിസ്കരിക്കാൻ പറഞ്ഞവരെ നമ്മൾ ഇനി തോക്ക് പിടിക്കാൻ കൂടി പഠിപ്പിക്കണം അല്ലേ? അങ്ങനെ കൂടി കൂട്ടിക്കോ അലിക്ക. എങ്കിൽ ഷാവിലെ നീ ഇതോടി കേളും. ഇവിടെ നിന്ന് എവനേലും ഒരുത്തും തോക്കെടുത്ത ആദ്യത്തുണ്ട നിന്റെ മണ്ടയ്ക്കായിരിക്കണം. അമിത, ഇതാരും കാണാൻ നിങ്ങളെ നിന്ന് കുഴിച്ചിടണം. കടലിൽ തലേ അവിടുത്തെ പിള്ളേരെ വീണ്ടും പൊക്കിയെടുക്കും. കാണിത്തുറയിൽ JCB കൊണ്ടുവന്ന തീരങ്ങൾ മൊത്തത്തിൽ മാന്തി പൊളിക്കുകയാണ്. നാട്ടുകാരെ അടുപ്പിക്കാതെ പോലീസും കൂട്ടിനുണ്ട്. ഒരു വലിയ തിര വന്നാൽ കൂരകളെല്ലാം വെള്ളത്തിലാകും. എന്തേലും വെക്കാൻ ചെയ്യണം നിങ്ങൾ. കട്ടെടുത്ത് മാറ്റിണ്ട. തിരിച്ചു പോകാൻ പാലം വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്ത മണൽ തിരിച്ചിട്ട് കൊടുക്കണം. ഹൈവേ പ്രോജക്റ്റിന് വേണ്ടിയാണ്. MLA പെർമിഷൻ ഉണ്ട്. സർക്കാർ ഓർഡറാണ് സുലൈമാനെ. സാറിനോട് ഞാൻ പണ്ടേ പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. തുറക്കാരെ മൊത്തം വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ റോഡ് ആരും ഉണ്ടാക്കണ്ട.
കാണിത്തുറന്ന് മണലെടുക്കാൻ നീ ഓഫീസർമാരെ സമ്മതിച്ചു. നമ്മുടെ തീരത്തോടെ ഒരു ഹൈവേ പോകണ്ട സുലൈമാനെ. റോഡ് പണിക്ക് മണലെടുക്കണമാണ്, വേറെ എങ്ങോട്ട് കൊണ്ടുപോകാനല്ല. തുറക്കാരുടെ കൂര പൊളിച്ചിട്ടാണോടാ നിങ്ങൾ റോഡ് പണിയാൻ പോണത്? കടലെടുത്ത് പാവങ്ങളുടെ വീട് പൊളിഞ്ഞ പണിത് കൊടുക്കോട്ടെ എന്റെ സർക്കാർ. റോഡെന്നും ഹാർബറെന്നും പറഞ്ഞ് പെരയുടെ മൊത്തം കയ്യേറുന്ന എന്തിരുന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കൂട്ടുകച്ചവടത്തിൽ നിനക്കും പങ്കുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെ ഞാൻ കാക്കൂല. അലിക്ക വെറുതെ എന്നെ ആ കൂട്ടത്തിൽപ്പെടുത്തല്ലേ. നിങ്ങളോട് ആലോചിച്ച് തുറക്കാർക്ക് ഗുണം ഉണ്ടാവണോ മാത്രമേ ഞാൻ ചെയ്യൂ. ആലോചിക്കാതെ പലതും കരക്കടിഞ്ഞ് തുടങ്ങിയല്ലോ അബു. മണൽ വാരൽ ഞാൻ നിർത്തിച്ചിട്ടുണ്ട്. എന്നാൽ മതക്കാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി തോക്ക് കൊടുത്ത് വിടണവന്മാരെ ഞാൻ എന്തിരിക്കുക? ഒരു തരിപ്പിന്റെ പുറത്ത് ഷാഗുൽ ചെയ്തു പോയതാണ്. ഇനി അതുണ്ടാവില്ല. നീ അവനോടൊന്ന് ക്ഷമിച്ചാൽ മതി. കടല് പക്ഷെ തുറക്കാരോട് ക്ഷമിച്ചില്ല. നിന്നെ നാലാമത്തെ ക്രിസ്മസിന് പിറ്റേന്ന് കാലത്ത് 8-ന് തീരത്തേക്ക് സുനാമി അടിച്ച്. നോക്കിയോണ്ടോ? പള്ളിക്കകത്ത് സ്ഥലമില്ല, അന്യമതത്തുള്ളവരെ കേറ്റാനും പറ്റൂല. നാട് മുടിയാ നിൽക്കുന്നോടാ എന്റെയൊക്കെ മതം പറിച്ചു. നിന്നെ ഇവിടെ ആരും വിലക്കിട്ടില്ലല്ലേ? ഇത് ജമാഅത്തിന്റെ തീരുമാനം. ഒന്നും എൻ്റെ തീരുമാനമല്ല സുലൈമാനെ. ജമാഅത്തുകാർ രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ്. മനുഷ്യത്വം ജയിക്കണം, അതേ ജയിക്കാവൂ. മുറ്റത്തൊന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മൂസാക്ക എടുക്കാൻ പോകുന്ന തീർപ്പ് എന്തിരുന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ എടുക്കാൻ പോണേ. മൂസാക്ക ഉള്ളിടത്തോളം അങ്ങേരുടെ മുകളിലല്ല ഇവിടുത്തെ ആരുടെയും തീരുമാനം. വീടില്ലാത്തവർക്ക് പള്ളിയൊന്നും അഭയം കൊടുത്തിട്ടേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ വന്നവനാ. അത് ഇന്നേ അവരാരും മതം നോക്കിയിട്ടില്ല. ഇനി പള്ളിയുടെ പേരും പറഞ്ഞു നീ ഒന്ന് ഇവിടെ ആളെ തമ്മിൽ തെറ്റിക്കണ്ട. നീ വണ്ടി മുന്നോട്ട് എടുക്ക. അവൻ തുറക്കും. എന്റെ കുടുംബം നോക്കിയാ എനിക്കറിയാടാ. നീ തുറക്കാറ കണ്ടി പൊടിയിടുന്ന പോലെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നോക്കിക്കോ, ഇവൻ നിങ്ങളെ ചതിക്കും. ഇവൻ ചതിച്ചിരിക്കും. അടി